ARM അജയന്റെ രണ്ടാം മോഷണം സ്റ്റാറിംഗ് ടോവിനോ തോമസ്, ഡയറക്റ്റഡ് ബൈ ജിതിൻ ലാൽ. ടോവിനോയുടെ 50ാമത്തെ സിനിമയാണ് ARM. ഈ സിനിമ കാണാൻ പോകുന്നവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, പ്ലീസ് ഡോണ്ട് വാച്ച് ദിസ് ഇൻ 3D. 3D നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസിനെ നല്ല രീതിയിൽ അത് ബാധിക്കും. കാരണം ഇതൊരു വേസ്റ്റ് 3D എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നിയത്. നോർമലി ഇത്തരത്തിലുള്ള കൺവേർട്ടഡ് 3D സിനിമകളെ കാണാറില്ല, പക്ഷേ നല്ല റിവ്യൂസ് കേട്ടിരുന്നു, 3D നല്ലതായിരുന്നു ഒക്കെ കേട്ടതുകൊണ്ട് മാത്രം പോയി കണ്ടതാണ്. പക്ഷേ അത് ആദ്യം തൊട്ട് എൻ്റെ സിനിമയുടെ എക്സ്പീരിയൻസ് അത് ബാധിച്ചു എന്ന് തന്നെ പറയാം. പലപ്പോഴും ഞാൻ 3D ഗ്ലാസ് അഴിച്ചു വെച്ച് കാണേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. 3D ഗ്ലാസ് ഇടുന്ന സമയത്ത് ഒരു മൊത്തത്തിലൊരു ഡാർക്ക് ആവുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത്. അതായത് ഇതിൻ്റെ ആർട്ട് ടീമും ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ജോമോൺ ടിജോണും അതുപോലെ എല്ലാവരും നല്ല രീതിയിൽ VFX ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് 3D ഇടുമ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഇത് ഇനിയും ഇത് കാണാനുള്ളവർ, ഇനി ഇത് കാണാൻ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം 2D തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം 3D അത്ര വേർത്ത് പോലും അല്ല. അതായത് വളരെ കുറച്ച് സിനിമകൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗംഭീരമാക്കാമായിരുന്നൊരു പ്ലോട്ടായിരുന്നു. അതായത് വലിയ രീതിയിൽ ഒരു പാൻ ഇന്ത്യൻ അപ്പീലോട് കൂടി തന്നെയാണ് സിനിമ സ്റ്റാർട്ടായത്. പക്ഷേ ഒരു ആവറേജ് ടു എബോ ആവറേജ് എക്സ്പീരിയൻസ് ആയി ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ നമ്മൾ ഒരുപാട് അത് എക്സ്പെക്ട് ചെയ്യും. അത്തരത്തിലാണ് സിനിമയുടെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ഒരു മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അതുകൊണ്ട് ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കാം. ടോവിനോ തോമസ് ഇതിന് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 3 ക്യാരക്ടറും അടിപൊളിയായിട്ട് ഇതിന് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ മണിയൻ എന്നുള്ള ക്യാരക്ടർ ടോവിനോയുടെ കരിയർ ബെസ്റ്റ് റോൾ എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഒരു പ്രോമിസിംഗ് ഡയറക്ടറാണ്. പുള്ളിയുടെ അടുത്ത പടങ്ങൾക്ക് വേണ്ടി കട്ട കാത്തിരിപ്പ്.